നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക്, പറവൂർ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്നത്? പ്രമേഹം അനിയന്ത്രിതമായി കുറേ നാൾ നമ്മുടെ ശരീരത്തിൽ നിന്നിട്ട് കണ്ണിന്റെ ചെറിയ രക്തക്കുഴലുകളെ ബാധിച്ച് രക്തക്കുഴലുകൾക്ക് അടവും അതിൽ നിന്ന് നീർക്കെട്ടും ബ്ലീഡിങ്ങും വരുന്ന കണ്ടീഷനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടുള്ള അന്ധതയിലേക്ക് വരെ നീങ്ങാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ആരൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ചെക്ക് ചെയ്യേണ്ട ആൾക്കാർ? സാധാരണയായി ടൈപ്പ് 2 ഡയബറ്റിസ് മെല്ലിറ്റസ് നമുക്ക് എപ്പോൾ കണ്ടുപിടിക്കുന്നോ അപ്പം തന്നെ നമ്മൾ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിച്ച് കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ച് നമ്മൾ ഞരമ്പ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. എന്തൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ലക്ഷണങ്ങൾ? ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഒരു ലക്ഷണവും ഇല്ല. എന്നിരുന്നാലും കാഴ്ചയ്ക്ക് മങ്ങല്, കളറുകൾ കാണാനുള്ള മങ്ങല്, കണ്ണിന്റെ ഫ്രണ്ടില് ഒരു കറുത്ത പൊട്ട് പോലെ നിൽക്കുന്നത്, തുടർച്ചയായി ഫ്ലാഷസ് അടിക്കുന്നത് എന്നിവയൊക്കെ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ലക്ഷണങ്ങളായിട്ട് പറയാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. ആദ്യത്തെ 1-2 സ്റ്റേജുകളിൽ റെഗുലർ ആയിട്ടുള്ള കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ചിട്ടുള്ള ചെക്കപ്പ് മാത്രമാണ് ആവശ്യമുള്ളത്. തുടർന്ന് റെറ്റിനോപ്പതി നിയന്ത്രിക്കാനാവാതെ പോവുകയാണെങ്കിൽ കണ്ണിൽ നമ്മൾ ഞരമ്പിന്റെ സ്കാൻ, OCT സ്കാൻ എടുത്ത് നോക്കി നീർക്കെട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണിലേക്ക് ഇഞ്ചക്ഷൻ അഡ്വൈസ് ചെയ്യും. അതുകൂടാതെ ലേസർ ചികിത്സയും ആവശ്യമായിട്ട് വരും. ഇതിലും നമുക്ക് കൺട്രോൾ ആകാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ണിൽ ഞരമ്പിന്റെ സർജറിയാണ് അതിന്റെ ചികിത്സയായിട്ട് വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും റെറ്റിനോപ്പതി ബാധിക്കാതെ ഇരിക്കാനായിട്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, ഹീമോഗ്ലോബിന്റെ അളവ്, ക്രിയാറ്റിനിൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരമാവധി നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. പുകവലി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നിത്യേനയുള്ള വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാധാരണയായി കറക്റ്റായിട്ട് നാരുകളുള്ള ഭക്ഷണവും കറക്റ്റായിട്ടുള്ള അളവിലുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ അങ്ങനെയുള്ള ഡയറ്റ് തന്നെ ഫോളോ ചെയ്യണം.